+1 സയൻസ് വിദ്യാർത്ഥികളെ, ബോട്ടണി ക്ലാസ്സിലേക്ക് വീണ്ടും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടെറിഡോഫൈറ്റ്സ് ആൻഡ് ജിംനോസ്പേംസ് അവയുടെ പൊതുവായ സവിശേഷതകളാണ് പഠിച്ചത്. അതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്ന ചെറിയ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരുമായി ചർച്ച ചെയ്തിട്ടുണ്ടാകും, ചെയ്തു കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ അധ്യായത്തിലെ അവസാന ഭാഗമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗവുമാണ് ആൻജിയോസ്പേംസ്. സോ ദീസ് ആർ ദ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അതായത് സപുഷ്പികൾ. ദീസ് ആർ ദ മോസ്റ്റ് ഡോമിനന്റ് പ്ലാന്റ്സ് ഓൺ ദി എർത്ത്. And in angiosperms we can see the seeds are enclosed within the fruits. സപുഷ്പികളിൽ വിത്തുകൾ കാണപ്പെടുന്നത് ഫ്രൂട്ടിനകത്താണ്. Then angiosperms include a large number of plants occurring in a wide range of habitats. Angiosperms ഇഷ്ടം പോലുണ്ട്. ഞാൻ പറഞ്ഞു ഡോമിനന്റ് പ്ലാന്റ്സ് ആണ്. And they can be seen in a wide range of habitats. They range in size from tiny, almost microscopic ഓൾഫിയ. ഏറ്റവും ചെറിയ പുഷ്പമാണ് ഓൾഫിയ. ഏറ്റവും വലിയ പുഷ്പം ഏതാ? റഫ്ലേഷ്യ. ഓൾഫിയ മുതൽ, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓൾഫിയ മുതൽ ടു ടോൾ ട്രീസ് ലൈക്ക് യുക്കാലിപ്റ്റസ്, യുക്കാലി മരം, ഏകദേശം 100 മീറ്റർക്ക് മുകളിൽ വരും ഉയരം. അങ്ങനെയുള്ള ചെടികൾ വരെ ആൻജിയോസ്പേംസിൽ ഉണ്ട്. അപ്പോൾ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓൾഫിയ മുതൽ 100 മീറ്ററോളം ഉയരമുള്ള യുക്കാലി മരങ്ങൾ വരെയുള്ള വ്യത്യസ്തങ്ങളാർന്ന ചെടികളാണ് ആൻജിയോസ്പേംസിൽ വരുന്നത്. ഇനി ഇവ കൊണ്ടുള്ള ഗുണം എന്താ? ദേ പ്രൊവൈഡ് us വിത്ത് ഫുഡ്, ഫോഡർ, ഫ്യൂവൽ. ഫുഡ് എന്ന് വെച്ചാൽ എന്താ? ആഹാരം. ഫോഡർ, തീറ്റ. ഫ്യൂവൽ, ഇന്ധനം. മെഡിസിൻസ്, മരുന്നുകൾ. ആൻഡ് അതർ കൊമേഴ്സ്യലി ഇമ്പോർട്ടൻറ്റ് പ്രോഡക്ട്സ്. അങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ, നമ്മുടെ ഡെയിലി ലൈഫിന് ആവശ്യമായ നിരവധി ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ആൻജിയോസ്പേംസിൽ നിന്നാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ആൻജിയോസ്പേംസ് പ്രധാനമായിട്ടും 2 ക്ലാസ്സുകളാണ്, 2 വിഭാഗങ്ങളാണ്. ഡൈക്കോട്ടിലിഡനസ് പ്ലാന്റ്സ് ആൻഡ് മോണോകോട്ടിലിഡനസ് പ്ലാന്റ്സ്. ചുരുക്കി പറഞ്ഞാൽ ഡൈക്കോട്സ് ആൻഡ് മോണോകോട്സ്. അപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൈക്കോട്സ് ആണോ മോണോകോട്സ് ആണോ? മോണോകോട്സ് ആണ്. അത് പോട്ടെ, സാരമില്ല. അപ്പോൾ ആൻജിയോസ്പേംസ് പ്രധാനമായിട്ടും 2 വിഭാഗങ്ങൾ, 2 ക്ലാസ്സസ്, ഡൈക്കോട്സ് ആൻഡ് മോണോകോട്സ്. ഡൈക്കോട്ടിലിഡനസ് പ്ലാന്റ്സ് ആൻഡ് മോണോകോട്ടിലിഡനസ് പ്ലാന്റ്സ്. ഡൈക്കോട്സിലാണെങ്കിൽ ദേ ഹാവ് 2 കോട്ടിലിഡൻസ്, whereas monocots have only 1 കോട്ടിലിഡൻ. ഡൈക്കോട്സിന് 2 കോട്ടിലിഡൻസ് ഉണ്ട്, മോണോകോട്സിന് 1 കോട്ടിലിഡൻ മാത്രമേ ഉള്ളൂ. എന്തേ കോട്ടിലിഡൻ എന്ന് പറഞ്ഞാൽ? കോട്ടിലിഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർക്കണേ, സീഡ് ലീഫിനെയാണ് കോട്ടിലിഡൻ എന്ന് പറയുന്നത്. എന്താണ്? സീഡ് ലീഫ്. സോ ഇൻ എ ഫ്ലവർ, വാട്ട് അബൌട്ട് ദ സെക്സ് ഓർഗൻസ്? സെക്സ് ഓർഗൻസ് എന്താണ് ഫ്ലവേഴ്സിലെ? ഫ്ലവേഴ്സ് ആർ ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. ആൻജിയോസ്പേംസിലെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ് ആണ്. ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ് ആണ്. സപുഷ്പികളിലെ പ്രത്യുൽപാദന അവയവം എന്ന് പറഞ്ഞാൽ പുഷ്പങ്ങളാണ്. സോ ദ മെയിൽ സെക്സ് ഓർഗൻ ഇൻ എ ഫ്ലവർ ഈസ് സ്റ്റേമൻ. മെയിൽ സെക്സ് ഓർഗൻ ഇൻ എ ഫ്ലവർ ഈസ് സ്റ്റേമൻ. What about stamen? Each stamen has a slender filament with an anther at the tip. From anthers, pollen grains are produced after meiosis. ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് ഉണ്ടാകുന്നു റിഡക്ഷൻ ഡിവിഷൻ നടന്നതിന് ശേഷം. Then what about the female sex organ? Female sex organ is the pistil, otherwise known as carpel. പെൺ ലൈംഗിക അവയവമാണ് പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് an ovary enclosing 1 to many ovules. പിസ്റ്റില് ഓവറി ഉണ്ട്, അതിനകത്ത് ഓവ്യൂൾസ് ഉണ്ട്.
Within the ovules, we can see highly reduced female gametophyte termed embryo sac. ഫീമെയിൽ ഗെമറ്റോ ആൻജിയോസ്പേംസിലെ ഫീമെയിൽ ഗെമറ്റോഫൈറ്റിന് പറയുന്ന പേരാണ് എംബ്രിയോ സാക്. എന്താണ്? ആൻജിയോസ്പേംസിലെ ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് ഈസ് നോൺ ആസ് എന്തോന്ന്? എംബ്രിയോ സാക്. എംബ്രിയോ സാക് ഫോർമേഷൻ ടേക്സ് പ്ലേസ് ആഫ്റ്റർ മിയോസിസ്. മിയോസിസ് നടന്നതിന് ശേഷമാണ്, ഊനഭംഗം നടന്നതിന് ശേഷമാണ്, റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നതിന് ശേഷമാണ് എംബ്രിയോ സാക് ഉണ്ടാകുന്നത്. സോ അപ്പോൾ മിയോസിസ് നടന്നതിന് ശേഷമാണ് എംബ്രിയോ സാക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുക? സോ ഈച്ച് ഓഫ് ദ സെൽ ഓഫ് ദ എംബ്രിയോ സാക് ഈസ് ഹാപ്ലോയിഡ്. അതുകൊണ്ട് എംബ്രിയോ സാക്കിനകത്തുള്ള ഓരോ കോശവും എന്തായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. ഇനി ഈ എംബ്രിയോ സാക്കിൻ്റെ കഥ നമുക്ക് നോക്കാം. എംബ്രിയോ സാക്കിൻ്റെ കാര്യം ഒന്ന് പരിശോധിക്കുക. എംബ്രിയോ സാക് ഹാസ് എ 3-celled egg apparatus. ഒരു എഗ് സെല്ലും 2 സിനർജിഡ്സും. 3-celled egg apparatusൽ 3 സെല്ലുള്ള എഗ് അപ്പാരറ്റസ്. അതിൽ ഒരു എഗ്, 2 സിനർജിഡ്സ്. മുകളിൽ 3 ആൻറ്റിപോഡൽ സെൽസ് ആൻഡ് 2 പോളാർ ന്യൂക്ലിയൈ. പോളാർ ന്യൂക്ലിയൈ എവിടെ? സെല്ലിൻ്റെ എംബ്രിയോ സാക്കിൻ്റെ മധ്യഭാഗത്ത് കാണും. ഈ പോളാർ ന്യൂക്ലിയൈ കൂടിച്ചേർന്നാണ് ഡിപ്ലോയിഡ് സെക്കൻഡറി ന്യൂക്ലിയസ് ഉണ്ടാകുന്നത് എംബ്രിയോ സാക്കിൻ്റെ മധ്യഭാഗത്ത്. എംബ്രിയോ സാക് ഹാസ് എ 3-celled egg apparatus. 3-celled egg apparatus. 3 സെല്ലുള്ള എഗ് അപ്പാരറ്റസ്. അതിൽ ഒരു എഗ്, 2 സിനർജിഡ്സ്. മുകൾ ഭാഗത്ത് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ 3 ആൻറ്റിപോഡൽ സെൽസ്. 3 ആൻറ്റിപോഡൽ സെൽസ്. ആൻഡ് മിഡിൽ പോർഷനിൽ 2 പോളാർ ന്യൂക്ലിയൈ. 2 പോളാർ ന്യൂക്ലിയൈ. ദിസ് പോളാർ ന്യൂക്ലിയൈ ഫ്യൂസ് ടു ഫോം എ ഡിപ്ലോയിഡ് സെക്കൻഡറി ന്യൂക്ലിയസ്. ഈ 2 പോളാർ ന്യൂക്ലിയൈ കൂടിച്ചേർന്നാണ് ഡിപ്ലോയിഡ് സെക്കൻഡറി ന്യൂക്ലിയസ് ഉണ്ടാകുന്നത് എംബ്രിയോ സാക്കിൻ്റെ മധ്യഭാഗത്ത്. Then the pollen grains reaches the stigma of the pistil by various agents. പിസ്റ്റലിൻ്റെ സ്റ്റിഗ്മയിൽ ആര് വന്ന് വീഴുന്നു? പോളൻ ഗ്രെയിൻസ് വന്ന് വീഴുന്നു. ബൈ വേരിയസ് ഏജൻസ്. അത് വിൻഡ് വഴിയാകാം, വാട്ടർ വഴിയാകാം, ഇൻസെക്ട്സ് വഴിയാകാം, ബേർഡ്സ് വഴിയാകാം. സോ ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് പോളിനേഷൻ. എന്താ പോളിനേഷൻ? ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദി ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് ദ ഫ്ലവർ ഈസ് കോൾഡ് പോളിനേഷൻ. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ നിങ്ങളെ കാണിക്കാം. അതൊന്ന് നിരീക്ഷിക്കുക, കാണുക. ഓക്കെ, അപ്പോൾ പോളിനേഷൻ നടന്നു കഴിഞ്ഞു. പോളിനേഷൻ എന്താണ്? ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദി ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് ദ ഫ്ലവർ. സോ ദിസ് ഈസ് ദ പോളൻ ഗ്രെയിൻ ആൻഡ് ദിസ് ഈസ് ദ സ്റ്റിഗ്മ. ഇതാണ് സ്റ്റിഗ്മ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ സ്റ്റൈൽ ആൻഡ് ദിസ് ഈസ് ദ ഓവറി. അപ്പോൾ ഇവിടെ വീഴുന്ന ഈ പോളൻ ഗ്രെയിൻസ് ഇനി എന്ത് സംഭവിക്കുന്നു? ജെർമിനേറ്റ് ഓൺ ദ സ്റ്റിഗ്മ. ഇവിടെ വെച്ചവൻ ജെർമിനേറ്റ് ചെയ്യാൻ തുടങ്ങും. ആര്? പോളൻ ഗ്രെയിൻ. ഈ പോളൻ ഗ്രെയിൻ എന്തായിട്ട് മാറുന്നു? പോളൻ ട്യൂബായി മാറുന്നു. ഈ പോളൻ ട്യൂബ് എന്ത് വഴിയുന്നു? ഈ സ്റ്റിഗ്മ വഴി എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. എവിടേക്ക് മൂവ് ചെയ്യുന്നു? ഓവ്യൂളിലേക്ക് എത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ സ്റ്റിഗ്മയിൽ പതിച്ച പോളൻ ഗ്രെയിൻസ് പോളൻ ട്യൂബായി ഈ സ്റ്റൈലാർ റീജിയണിലൂടെ എവിടെ എത്തുന്നു? ഓവ്യൂളിലെത്തുന്നു. ഈ ഓവ്യൂളിൽ എത്തിക്കഴിയുമ്പോൾ ഈ ഓവ്യൂളിനകത്ത് ഈ കണ്ടൻസ് ഡിസ്ചാർജ് ചെയ്യുന്നു. അതായത് പോളൻ ട്യൂബിലുള്ള 2 മെയിൽ ന്യൂക്ലിയസുകളെ ഓവ്യൂളിനകത്ത് ഡിസ്ചാർജ് ചെയ്യുന്നു. ഓവ്യൂളിനകത്ത് എംബ്രിയോ സാക് ഉണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് എഗ് അപ്പാരറ്റസ് ഉണ്ടെന്ന് പറഞ്ഞു. എഗ് സെൽ ഉണ്ടെന്ന് പറഞ്ഞു. 2 സിനർജിഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. 3 ആൻറ്റിപോഡൽ സെൽസ് ഉണ്ടെന്ന് പറഞ്ഞു. നോക്കൂ, 1, 2, 3 ആൻറ്റിപോഡൽ സെൽസ്. താഴെ നോക്കൂ, 1, 2 സിനർജിഡ്സ്. ഇത് എഗ് സെൽ, ഇത് സെക്കൻഡറി ന്യൂക്ലിയസ്. അപ്പോൾ പോളൻ ട്യൂബിലെ 2 മെയിൽ ഗമേറ്റ്സ് എംബ്രിയോ സാക്കിനകത്തെ പ്രവേശിക്കുന്നു. എംബ്രിയോ സാക്കിനകത്തേക്ക് പ്രവേശിക്കുന്നു. അതിൽ ഒരു ന്യൂക്ലിയസ് എഗ്ഗുമായി കൂടിച്ചേർന്ന്. ശ്രദ്ധിക്കൂ, ഈ എഗ്ഗുമായി കൂടിച്ചേർന്നു. പോളൻ ട്യൂബിൽ ഉണ്ടായിരുന്ന ഒരു മെയിൽ ന്യൂക്ലിയസ് എഗ്ഗുമായി കൂടിച്ചേർന്ന് സൈഗോട്ട് ഉണ്ടാവും.
രണ്ടാമത്തെ മെയിൽ ന്യൂക്ലിയസ് സെക്കൻഡറി ന്യൂക്ലിയസുമായി കൂടിച്ചേരുന്നു. ശ്രദ്ധിക്കൂ, നോക്കൂ, ഇതാണ് സെക്കൻഡറി ന്യൂക്ലിയസ്. ഈ സെക്കൻഡറി ന്യൂക്ലിയസുമായി കൂടിച്ചേർന്ന് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആയി മാറുന്നു. അപ്പോൾ പോളൻ ട്യൂബിലുണ്ടായിരുന്ന 2 മെയിൽ ഗമേറ്റ്സിൽ ഒരു മെയിൽ ഗമേറ്റ് എഗ്ഗുമായി കൂടിച്ചേർന്ന് സൈഗോട്ടുണ്ടായി. രണ്ടാമത്തെ മെയിൽ ഗമേറ്റ് സെക്കൻഡറി ന്യൂക്ലിയസുമായി കൂടിച്ചേർന്ന് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആയി മാറി. അങ്ങനെ എത്ര ഫെർട്ടിലൈസേഷൻ നടന്നു? 2 ഫെർട്ടിലൈസേഷൻ നടന്നു, അല്ലേ? ഒരു മെയിൽ ഗമേറ്റ് എഗ്ഗുമായി കൂടിച്ചേർന്ന് സൈഗോട്ടുണ്ടായി. രണ്ടാമത്തെ മെയിൽ ഗമേറ്റ് സെക്കൻഡറി ന്യൂക്ലിയസുമായി കൂടിച്ചേർന്ന് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആയി മാറുന്നു. പിന്നീട് അത് എൻഡോസ്പേം ആയി മാറുന്നു. അപ്പോൾ എഗ് പ്ലസ് മെയിൽ ന്യൂക്ലിയസ് സൈഗോട്ടായി മാറുന്നു. ദിസ് പ്രോസസ് നോൺ ആസ് ഒരു ഫെർട്ടിലൈസേഷൻ, അല്ലേ? അപ്പോൾ 2 ഫെർട്ടിലൈസേഷൻ നടന്നു. രണ്ടാമത്തെ മെയിൽ ന്യൂക്ലിയസ് ആരുമായി കൂടിച്ചേർന്നു? സെക്കൻഡറി ന്യൂക്ലിയസുമായി കൂടിച്ചേർന്നു, അല്ലേ? സോ ദസ് വി ക്യാൻ സീ ഇൻ ആൻജിയോസ്പേംസ് ഡബിൾ ഫെർട്ടിലൈസേഷൻ ഈസ് ദെയർ. ഇറ്റ് ഈസ് ദ യുണീക് ഫീച്ചർ ഓഫ് ആൻജിയോസ്പേംസ്. ആൻജിയോസ്പേംസിൽ മാത്രം കാണപ്പെടുന്ന ഒരു സവിശേഷതയാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ആൻഡ് ദിസ് ഡബിൾ ഫെർട്ടിലൈസേഷൻ വാസ് ഡിസ്കവേർഡ് ബൈ നവാസ്ചിൻ. നവാസ്ചിൻ എന്ന് പറയുന്ന ആളാണ് ഇത് കണ്ടുപിടിച്ചത്. ഈ കണ്ടുപിടിച്ച ആൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, അതിനുവേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, so the process of double fertilization is an important feature. It's a unique feature found in angiosperms only. Then what happens to zygote? The zygote develops into an embryo. ആ എംബ്രിയോയിൽ ഒരു കോട്ടിലിഡൻ അല്ലെങ്കിൽ 2 കോട്ടിലിഡൻ. Zygote develops into an embryo which 1 cotyledon or 2 cotyledons. And the primary endosperm nucleus develops into endosperm and which gives nourishment to the developing embryo. Primary endosperm nucleus എൻഡോസ്പേമായി മാറുന്നു. വളരുന്ന ഭ്രൂണത്തിന്, വളരുന്ന എംബ്രിയോയ്ക്ക് ആവശ്യമായ ഫുഡ് സപ്ലൈ ചെയ്യുന്നത് ആരാണ്? എൻഡോസ്പേമാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞു സിനർജിഡ്സ് ഉണ്ട്, ആൻറ്റിപോഡൽസ് ഉണ്ടെന്ന് പറഞ്ഞു. The synergids and antipodals degenerate after fertilization. ഈ സിനർജിഡ്സും ആൻറ്റിപോഡൽസും എന്ത് ചെയ്യുന്നു? ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ, ബീജസംയോഗം നടന്നു കഴിഞ്ഞാൽ ഡീജനറേറ്റ് ചെയ്തു പോകുന്നു. During these events, ovules develop into seeds and ovary into fruits. അപ്പോൾ ഈ പ്രവർത്തനം നടന്നു കഴിയുമ്പോൾ ഓവ്യൂളുകൾ എന്തായി മാറുന്നു? സീഡായി മാറുന്നു. ഓവറി എന്തായി മാറുന്നു? ഫ്രൂട്ട്സ് ആയി മാറുന്നു. Thus we can see in angiosperms seeds are enclosed within the fruits. അപ്പോൾ ആൻജിയോസ്പേംസിലെ സപുഷ്പികളിൽ ഇതാണ്, ഫ്രൂട്ടിനകത്താണ് സീഡ്സ്. അപ്പോൾ ആൻജിയോസ്പേംസിനെ കുറിച്ച് പൊതുവായ ചില സവിശേഷതകളും കാര്യങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. തൽക്കാലം കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ പിന്നീടുള്ള ക്ലാസ്സുകളിൽ പഠിക്കും. ഇനി നമുക്ക് ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് വരുന്നൊരു ചെറിയ ഭാഗമാണുള്ളത്. പ്ലാൻ ലൈഫ് സൈക്കിൾസ് ആൻഡ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ്. ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ്. In plants, both haploid and diploid cells can divide by mitosis. പ്ലാന്റ്സിൽ ഹാപ്ലോയിഡ് സെൽസിനും ഡിപ്ലോയിഡ് സെൽസുകൾക്കും ഡിവൈഡ് ചെയ്യാൻ പറ്റും, വിഭജിക്കാൻ പറ്റും. എങ്ങനെ? ബൈ മൈറ്റോസിസ്, ക്രമഭംഗം വഴി, അല്ലെങ്കിൽ ക്രമഭംഗത്തിലൂടെ വിഭജിക്കുന്നു. This ability leads to the formation of different plant bodies. അപ്പോൾ ഈ ഒരു കഴിവുള്ളത് കൊണ്ടാണ് ഡിഫറെൻറ്റ് പ്ലാന്റ് ബോഡീസ് ഉണ്ടാകുന്നത്. എങ്ങനെയുള്ള പ്ലാന്റ് ബോഡീസ്? ഹാപ്ലോയിഡ് ആൻഡ് ഡിപ്ലോയിഡ്. ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് എന്ന് വെച്ചാൽ N2N. മനുഷ്യനിൽ എത്ര ക്രോമസോംസ് ഉണ്ട്? 46 ക്രോമസോംസ് ഉണ്ട്. അത് ഡിപ്ലോയിഡ് കണ്ടീഷനാണ്. ഹാപ്ലോയിഡ് കണ്ടീഷൻ ആകുമ്പോൾ നേരെ പകുതിയാവും, 23 ക്രോമസോംസ്. ഹാപ്ലോയിഡ് ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി, ഹാപ്ലോയിഡ് ഇരട്ടി ഡിപ്ലോയിഡ്, ഡിപ്ലോയിഡിൻ്റെ പകുതി ഹാപ്ലോയിഡ്. തൽക്കാലം അത്രയും ഓർത്തിരിക്കുക. Then the haploid plant body produces gametes. This is the gametophytes. Gamete produce ചെയ്യുന്ന ബോഡിയാണ് gametophytes. After fertilization, what happens? After fertilization, the zygote also divides by mitosis to produce
a diploid sporophytic plant body. After fertilization ശേഷം ബീജസംയോഗത്തിന് ശേഷം സിക്താണ്ഡം ഡിവൈഡ്സ് ബൈ മൈറ്റോസിസ്, ക്രമഭംഗത്തിലൂടെ വിഭജിക്കുന്നു, ക്രമഭംഗം വഴി, ടു പ്രൊഡ്യൂസ് എന്തുണ്ടാക്കുന്നു? എ ഡിപ്ലോയിഡ് സ്പോറോഫിറ്റിക് പ്ലാന്റ് ബോഡി. ആൻഡ് ഹാപ്ലോയിഡ് സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് പ്ലാന്റ് ബോഡി ബൈ മിയോസിസ്. മിയോസിസ് വഴി ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാകും. Then it divides by mitosis. വീണ്ടും മൈറ്റോസ് വഴി ഡിവൈഡ് ചെയ്യുന്നു to form a haploid plant body once again. So, thus during the life cycle of any sexually reproducing plants, there is an alternation of generations between gamete producing haploid gametophyte and spore producing diploid sporophytes. Thus, during the life cycle of any sexually reproducing plants, there is an alternation of generations. ആരൊക്കെ തമ്മില? Between gamete producing haploid gametophyte and spore producing diploid sporophytes. അങ്ങനെ ഒരു ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് നമുക്ക് ഏതൊരു സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് പ്ലാന്റിലും കാണാം. However, എന്നാലും the different plant groups differ in this aspect in the following patterns. എന്നാൽ തന്നെയും പല സസ്യ ഗ്രൂപ്പുകളിലും ഇതിൽ ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. ആ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ആ ആസ്പെക്റ്റിൽ വരുന്ന ഡിഫറെൻറ്റ് പാറ്റേൺസ് ഏതൊക്കെയാണെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ഒന്നാമത്തെ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ sporophytic generation is represented only by the one-celled zygotes. ഒന്നാമത്തെ ആസ്പെക്ട് എന്താ? sporophytic generation is represented by only the one-celled zygotes. sporophytic generation എന്ന് പറഞ്ഞാൽ ഏത് മാത്രമാണ്? one-celled zygote മാത്രമാണ്. no free-living sporophytes. free-living sporophytes ഇല്ല. zygote undergoes meiosis. സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ഡം മിയോസിസിന് വിധേയമാകുന്നു ആൻഡ് പ്രൊഡ്യൂസസ് ഹാപ്ലോയിഡ് സ്പോർസ്. സൈഗോട്ടിൽ നിന്ന് ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാകുന്നു. ഈ സ്പോർസ് എന്ത് സംഭവിക്കുന്നു? ഡിവൈഡ് മൈറ്റോട്ടിക്കലി ആൻഡ് ഫോംസ് ദ ഗെമറ്റോഫൈറ്റ്സ്. ഈ സ്പോർസിൽ നിന്ന് ഗെമറ്റോഫൈറ്റ് ഉണ്ടാകും. ദി ഡോമിനന്റ് ഫേസ് ഇൻ സച്ച് പ്ലാന്റ്സ് ഈസ് ദ ഫ്രീ ലിവിംഗ് ഗെമറ്റോഫൈറ്റ്സ്. ഇത്തരം പ്ലാന്റ്സിൽ ഫ്രീ ലിവിംഗ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഡോമിനന്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഗെമറ്റോഫൈറ്റ് ആണ്. ദിസ് കൈൻഡ് ഓഫ് ലൈഫ് സൈക്കിൾ ഈസ് കോൾഡ് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. അപ്പോൾ ഹാപ്ലോയിഡ് ഫേസ് ആണ് മേജർ, മുന്നിട്ട് നിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഫേസ് എന്ന് പറഞ്ഞാൽ ഹാപ്ലോയിഡ് ഫേസ് ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന ലൈഫ് സൈക്കിളിൽ പറയുന്ന പേരാണ് എന്താണ്? ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. എക്സാമ്പിൾ, മെനി ആൽഗകൾ, നിരവധി ആൽഗകളിൽ ഈ പ്രവർത്തനം കാണാം. ഫോർ എക്സാമ്പിൾ, വോൾവോക്സ്, സ്പൈറോഗൈറ, സം സ്പീഷീസ് ഓഫ് ക്ലൈമിഡോമോണസ് എക്സെട്ര. അപ്പോൾ ഇത്തരം ലൈഫ് സൈക്കിളിൽ പറയുന്ന പേരാണ് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. രണ്ടാമത്തെ ആസ്പെക്ട്, in some plants the diploid sporophytes is the dominant independent phase of the plants. ചില പ്ലാന്റ്സിൽ ഗെമറ്റോഫൈറ്റ് അല്ല, സ്പോറോഫൈറ്റ് ആണ് ഡോമിനൻസ് ഇൻഡിപെൻഡൻറ്റ് ഫേസ് ഓഫ് ദ പ്ലാന്റ്സ്. അവിടെ ഗെമറ്റോഫൈറ്റ് എങ്ങനെയായിരിക്കും? ദ ഗെമറ്റോഫൈറ്റിക് ഫേസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ സിംഗിൾ ഫ്യൂസെൽഡ് ഹാപ്ലോയിഡ് ഗെമറ്റോഫൈറ്റ്സ്. അവിടെ ഗെമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ it is represented by the single fused haploid gametophyte. അപ്പോൾ ലാർജർ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നീളമുള്ളത്, അല്ലെങ്കിൽ ഡോമിനന്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോയിഡ് ഫേസ് ആണ്. സോ ദിസ് ടൈപ്പ് ഓഫ് ലൈഫ് സൈക്കിൾ ഈസ് ഡിപ്ലോണ്ടിക്. എക്സാമ്പിൾ, ഫ്യൂക്കസ്, ഇറ്റ്സ് എൻ ആൽഗ. ഫ്യൂക്കസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തരം ആൽഗയാണ്. ആൻഡ് ഇൻ ഓൾ സീഡ് ബെയറിംഗ് പ്ലാന്റ്സ് we can see diplontic life cycles. സീഡ് ബെയറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ആരാ? ബ്രയോഫൈറ്റ്സ് ആണോ? അല്ല. ടെറോഫൈറ്റ്സ് ആണോ? അല്ല. പിന്നെയോ? ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്.
In all seed-bearing plants, we can see diplontic life cycles. മൂന്നാമത്തെ ആസ്പെക്ട് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവോ? ഇൻ ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെറിഡോഫൈറ്റ്സ്. ബ്രയോഫൈറ്റ്സിലെ കാര്യം, ടെറിഡോഫൈറ്റ്സിലെ കാര്യം. ഹിയർ വി ക്യാൻ സീ ആൻ ഇന്റർമീഡിയറ്റ് കണ്ടീഷൻ. എന്ന് പറയുന്ന പേരെന്താ? ഹാപ്ലോഡിപ്ലോണ്ടിക്. ഇൻ ബ്രയോഫൈറ്റ്സ് and pteridophytes we can see an intermediate condition that is haplodiplontic. Both phases are multicellular but they differ in their dominant phases. Both haplodiplontic. Evide? In bryophytes and pteridophytes. A dominant independent photosynthetic thalloid or erect phase is represented by a haploid gametophyte, and it alternates with the short-lived multicellular sporophyte totally or partially, depending on the gametophyte for its anchorage and nutrition. For example, bryophytes. ഒന്നുകൂടെ പറയാം, മനസ്സിലായി കാണൂല, ഒരല്പം സ്പീഡിലാണ് ഞാൻ പറഞ്ഞത്, കുഴപ്പമില്ല. ശ്രദ്ധിക്കൂ. എ ഡോമിനൻ്റ് ആയിട്ടുള്ള, സ്വതന്ത്രമായി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, ഫോട്ടോസിന്തസിന് ശേഷിയുള്ള, താലോയിഡ് ഇറക്റ്റ് നിവർന്നു നിൽക്കുന്ന ഫേസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ ഹാപ്ലോയിഡ് ഗമെറ്റോഫൈറ്റ്. അതാണ് ഹാപ്ലോയിഡ് ഗമെറ്റോഫൈറ്റ്. ആൻഡ് ഇറ്റ് ദിസ് ഹാപ്ലോയിഡ് ഗമെറ്റോഫൈറ്റ് ഓൾട്ടർനേറ്റ്സ്. ആരുമായിട്ട് ഓൾട്ടർനേറ്റ് ചെയ്യുന്നു? വിത്ത് ദ ഷോർട്ട് ലിവ്ഡ് മൾട്ടിസെല്ലുലാർ സ്പോറോഫൈറ്റ് ടോട്ടലി ഓർ പാർഷ്യലി, ഡിപ്പെൻഡ് ഓൺ ദ ഗമെറ്റോഫൈറ്റ് ഫോർ ഇറ്റ്സ് anchorage and nutrition. This can be seen in all bryophytes. ഇതെല്ലാ ബ്രയോഫൈറ്റ്സിലും ഈ ഒരു കാഴ്ച നമുക്ക് കാണാം. ദെൻ അനദർ ആസ്പെക്ട് ഈസ്, അപ്പോൾ അവിടെ ഹാപ്ലോയിഡ് ഗമെറ്റോഫൈറ്റ് ആണ് ഡോമിനന്റ് ഫേസ്. ഇവിടെ നോക്കൂ, ഇൻ ടെറിഡോഫൈറ്റ്സിലെ കാര്യം നോക്കൂ, പരിശോധിച്ചു. ദ ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ഈസ് ദ ഡോമിനന്റ് ഫേസ്. സോ ഇൻ ടെറിഡോഫൈറ്റ്സ് വി ക്യാൻ സീ the diploid sporophyte is represented by a dominant. Diploid sporophyte is represented by an independent photosynthetic vascular plant body, and it alternates with the multicellular independent short-lived haploid gametophytes. But dominant sporophytes alternates with the haploid gametophyte in pteridophytes. This pattern is called haplodiplontic life cycle. ഈ പാറ്റേണിന് പറയുന്ന പേരാണ് എന്താണ്? ഹാപ്ലോഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ഫോർ എക്സാമ്പിൾ വി ക്യാൻ സീൻ ഇൻ ഒന്നാണ് ഓൾ ടെറിഡോഫൈറ്റ്സ്. ഇനി നോക്കൂ, ഓൾമോസ്റ്റ് ഓൾ ആൽഗൽ ജനീറ ആർ ഹാപ്ലോണ്ടിക്. മിക്കവാറും എല്ലാ ആൽഗകളും എന്താണ്? ഹാപ്ലോണ്ടിക് ആണ്. But some are haplodiplontic. For example, Ectocarpus, Polysiphonia. But remember, Fucus is diploid. Fucus diplontic alternation of generation ആണ് ഫ്യൂക്കസിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഈ ആൻജിയോസ്പെംസിനെ കുറിച്ച് വളരെ വിശദമായി പഠിക്കേണ്ട ഒരു ഭാഗമാണ് ആൻജിയോസ്പെംസ്. നമ്മുടെ ഭൂമിയെ ഇത്ര സുന്ദരവും സുരഭിലവുമാക്കുന്ന ഈ സപുഷ്പികളാണ്. വളരെ വിശദമായി പഠിക്കേണ്ടതാണ്. തൽക്കാലം ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക. ഇതുമായി ബന്ധപ്പെടുന്ന ചില ചെറിയ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നൽകുന്നത്. അത് നിങ്ങളുടെ അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ നിങ്ങൾ പിന്നീടുള്ള ക്ലാസ്സുകളിൽ ഉയർന്ന ഡിഗ്രിക്കൊക്കെ ബോട്ടണി മെയിൻ എടുത്ത് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയെങ്കിലും നിങ്ങൾ തൽക്കാലം ഇവിടെ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഇതുമായി എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്യണം. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള 2-3 ചെറിയ പ്രവർത്തനങ്ങളാണ് തരുന്നത്. അത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തും. ഒന്നാമത്തെ അസൈൻമെൻ്റ് എന്ന് പറയുന്നത് കമൻ്റ് ഓൺ ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ്സ് എ യുണീക്ക് ഫീച്ചർ ഓഫ് ആൻജിയോസ്പെംസ്. ആൻജിയോസ്പെംസിൽ മാത്രം കണ്ടുവരുന്നൊരു സവിശേഷതയാണ് ഈ ഡബിൾ ഫെർട്ടിലൈസേഷൻ. അത് കമൻ്റ് ഓൺ ഡബിൾ ഫെർട്ടിലൈസേഷൻ ബ്രീഫായിട്ട് എഴുതുക. രണ്ടാമത്തെ അസൈൻമെൻ്റ് എന്ന് പറയുന്നത് ഡിസ്കസ് ബ്രീഫ്ലി ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ്. ഇതോടുകൂടി ഈ അധ്യായം അവസാനിക്കുകയാണ്. ഈ ക്ലാസ്സും അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.